ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ അർബൻ യോഗിൻ്റെ 3-in-1 ഹോട്ട് എയർ ബ്രഷ് വെച്ചിട്ടാട്ടോ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ചെയ്യില്ല, ആക്ച്വലി ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. ഇത് കുറച്ച് കാലമായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. നമ്മുടെ ഡൈസിൻ്റെ ഡ്യൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് നനച്ചെടുക്കണം. ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് ഒക്കെ താഴെയാണ്. ഞാനിപ്പോൾ ഒരു വാം ടെമ്പറേച്ചറിലെടുത്തിട്ട് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡ് ഒന്ന് മാറ്റിയിട്ടിട്ട് സ്ട്രെയിറ്റനിങ് ബ്രഷ് ഇട്ട് കൊടുക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതും കേൾ ചെയ്യുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും ഒക്കെ. അപ്പം ഫസ്റ്റ് എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി സ്ട്രെയിറ്റ് ചെയ്യുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ ചീപ്പും കൊണ്ടൊക്കെ ചീകുന്ന പോലെ വലിച്ചു കൊടുത്തു. പക്ഷെ മുടിക്ക് ഒട്ടും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ചീപ്പും കൊണ്ട് മുടി ചീകുന്ന എങ്ങനെയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ഒട്ടും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഞാനിതെൻ്റെ കസിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം അവൾക്ക് പറഞ്ഞായിരുന്നു നന്നായിട്ട് സ്ട്രെയിറ്റ് ആവും, പക്ഷേ ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ എൻ്റെ മുടി ഒട്ടും സ്ട്രെയിറ്റ് ആയില്ല. പിന്നെ അവളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് നല്ലപോലെ വലിക്കണം, എങ്കിൽ മാത്രമേ മുടി നല്ല സെറ്റായിട്ട് വരുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടും എൻ്റെ മുടി അത്രയ്ക്കങ്ങ് ഭംഗിയായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പഴയതിനെക്കാട്ടിലും കുറച്ചുകൂടി ഭേദമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ പോലത്തെ ഇങ്ങനെ റഫ് ടെക്സ്ചറുള്ള മുടി, അല്ലെങ്കിൽ ഒരു ചകിരി കണക്കൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നല്ല കേളി ആയിട്ടുള്ള മുടിയിലൊന്നും ഇത് അത്ര കണ്ട് വർക്കാവാൻ സാധ്യതയില്ല. കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ഒന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരമേ ലാസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാണ്ട് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നന്നായിട്ട് വർക്കായോ, ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെങ്കിലൊന്നും പറയണേ. എനിക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് അത്ര ഇഷ്ടമായില്ല. വേറൊന്നുമല്ല, നമ്മളൊരു സ്ട്രെയിറ്റ്നറൊക്കെ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 2-3 ദിവസം അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഹെയർ വാഷ് വരെയൊക്കെ നന്നായിട്ട് നിൽക്കും. പക്ഷേ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അതിനുള്ളിൽ പഴയ ടെക്സ്ചറിലോട്ട് തന്നെ മുടി പോവും. അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. പിന്നെ ചിലപ്പോൾ ഫൈൻ ഹെയർ അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള സ്ട്രീറ്റ് ഹെയർ എന്നൊക്കെ ആണെങ്കിൽ ചിലപ്പം നല്ലതായിരിക്കും സ്റ്റൈൽ ചെയ്തിടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കണ്ട മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. അപ്പോൾ അവരത് ചെയ്തിടുന്ന കാണുമ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മളിങ്ങനെ ചുരുട്ടി വലിക്കുന്ന സമയത്ത് കുറച്ചധികം മുടി പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്കത്ര വർക്കായില്ല. ഇതാട്ടോ ഫൈനൽ ലുക്ക്. എൻ്റെ പോലത്തെ മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പ്രോഡക്റ്റ് അത്ര യൂസ്ഫുൾ ആവുമെന്ന്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പഴയ പോലെ ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കായിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പം ബൈ.